കഞ്ഞിയും കപ്പയും യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇടിച്ചക്ക കൊണ്ടുള്ള തോരനാണ്. നാടൻ രീതിയിലുള്ള ഒരു വിഭവമാണിത്. ഇതിന് വേണ്ടത് ഒരു ചെറിയ ഇടിച്ചക്ക, ഇടിച്ചക്ക നന്നാക്കിയതിന് ശേഷം അവ ചെറുതായിട്ട് അരിയുക. ഇടിച്ചക്ക ഏകദേശം അരിഞ്ഞ് കഴിയാറായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ചേർക്കേണ്ട ചേരുവകളാണ്: തേങ്ങ ചിരകിയത് ആവശ്യത്തിന്, മഞ്ഞൾപ്പൊടി, ജീരകം, കാന്താരിമുളക്, വെളുത്തുള്ളി, ചക്ക ചെറുതായിട്ട് അരിഞ്ഞത്. ഇവയെല്ലാം കൂടി ചേർത്ത് നമ്മൾ ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ്. അപ്പോൾ ആവശ്യത്തിന് അതിലേക്ക് നമുക്ക് ഉപ്പ് ഇടാം. ഇവിടെ ചക്ക വറവിടാൻ ആവശ്യമായിട്ടുള്ള ചേരുവകളാണ് കാണിക്കുന്നത്: ചെറിയുള്ളി, വറ്റൽമുളക്, കറിവേപ്പില, വെളുത്തുള്ളി. ആദ്യം ചക്ക നമുക്ക് കുക്ക് ചെയ്യണം. അതിനായിട്ട് ഒരു പാത്രം വയ്ക്കാം. അതിലേക്ക് അല്പം എണ്ണ നമുക്കൊഴിക്കാം. ഇവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്.
വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിഞ്ഞു. അതിലേക്ക് നമുക്ക് അല്പം കടുക് ചേർക്കാം. ഇനി നമ്മൾ വറവിടാൻ വെച്ചിരുന്ന ചെറിയുള്ളി, വെളുത്തുള്ളി, വറ്റൽമുളക്, കറിവേപ്പില ഇവയെല്ലാം നമുക്ക് ഈ എണ്ണയിലേക്ക് ചേർക്കാം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്ക നമുക്ക് ഈ വറവിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നന്നായിട്ട് ഇളക്കി കഴിഞ്ഞു. ഇനി നമുക്കിത് വേവുന്നതിന് വേണ്ടിയിട്ട് മൂടി വയ്ക്കാം. നമ്മുടെ ഇടിച്ചക്ക തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ അരപ്പ് ചേർക്കാം. രുചിക്ക് വേണ്ടി നമുക്ക് അല്പം കുരുമുളക് പൊടി ഇതിലേക്ക് ഇടാം. കുരുമുളക് പൊടി രുചിക്ക് മാത്രമല്ല നമ്മുടെ ദഹന പ്രക്രിയ നല്ല രീതിയിലാക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒന്നുകൂടിയാണ്. അപ്പോൾ കുരുമുളക് പൊടി എത്ര ഇടുന്നോ അത്രയും നല്ലതാണ്. എരിവ് കുറവ് ആവശ്യമുള്ളവർ കുറച്ച് മാത്രം ഉപയോഗിക്കുക. അവസാനമായിട്ട് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ നമ്മുടെ തോരൻ്റെ മുകളിലൂടെ ഒഴിക്കാം. ഇത് കുറച്ചുകൂടി രുചി കൂട്ടാനായിട്ട് സഹായിക്കും. കൂടാതെ കുരുമുളകിൻ്റെ കുത്തൽ അധികമുണ്ടെങ്കിൽ അത് കുറയ്ക്കാനും ഇത് സഹായിക്കും.
തനി നാടൻ രീതിയിലുള്ള ഇടിച്ചക്ക തോരൻ തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും തന്നെ വീട്ടിൽ ട്രൈ ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി പോസ്റ്റ് ചെയ്യുക.